ആ, പക്ഷെ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു ക്യാരക്ടറാണ്, ഒരു സൈക്കിക് ക്യാരക്ടറാണ്. ഭാര്യയോടുള്ള അല്ല കാമുകിയോടുള്ള സ്നേഹം മൂത്തിട്ട് ഇയാൾക്കൊരു ആക്സിഡൻറ്റിൽ ഈ പുരുഷത്വം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഈ പെൺകുട്ടി ഉപേക്ഷിച്ച് പോകുമെന്ന് പേടിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവളെ കൊന്നുകളയും. കൊന്നു വന്നിട്ട് ഈ മുടിയൊക്കെ മുറിച്ച് പൂജാമുറിയിൽ മറ്റേ ഇവരുടെ ഡ്രസ്സൊക്കെ പൂജാമുറിയിൽ വയ്ക്കുക, മുടി മുറിച്ച് കട്ടിലിൽ ഇതൊക്കെ ചെയ്യും. അന്ന് എൻ്റെ കൂടെ നായികയായിട്ട് അഭിനയിച്ച കുട്ടിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് മഞ്ജു സതീഷ്. അതെ, അന്ന് അവൾക്ക് വളരെ കൊച്ചതാണ്. അങ്ങനെ അപ്പോൾ ആ ക്യാരക്ടർ ഞാൻ വെളിയിൽ ഒക്കെ ഇറങ്ങുമ്പോൾ, അപ്പം ഞാനന്നൊരു ഈ കൗതുകത്തിന് വെളിയിൽ പോകുമ്പോൾ അതിലിട്ട ഡ്രസ്സ് കുർത്തയും പൈജാമയായിരുന്നു അന്ന്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആ ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഈ ഓണാഘോഷത്തിനൊക്കെ അതേ ഡ്രസ്സിൽ പുറത്തിറങ്ങിക്കും. പുറത്തല്ല, ഐ മീൻ ഓണാഘോഷത്തിനൊക്കെ കനകക്കുന്നിലൊക്കെ പോകും. അപ്പോൾ ആൾക്കാർ മനു എന്ന് വിളിച്ച് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. കാരണം ഇത് അഡിക്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പം ഈ സീരിയലിൽ കാണുന്ന ഇത് കണ്ടിട്ട് പേര് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കാനായിട്ട് സിനിമയിൽ ഇതായപ്പോൾ അച്ഛനും തിക്കുറിശുമാവനും ഭയങ്കര ബന്ധമായിരുന്നു, ആത്മബന്ധമായിരുന്നു. തിക്കുറിശുമാവനെ കാണിക്കാൻ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഞാനൊരു സജഷൻ ചോദിച്ചു, ആൾക്കാരിങ്ങനെ മനു എന്ന് വിളിക്കുന്നത്. നല്ല പേരല്ലേ, മനുവർമ്മ. അപ്പം ഞാനിങ്ങനെ ഇപ്പോഴും തമാശയ്ക്ക് പറയും, തിക്കുറിശുമാവൻ പേരിട്ടവരൊക്കെ രക്ഷപ്പെട്ടു. മോളിയിരുന്ന് മാനു ഇപ്പോഴും പറയുന്നുണ്ടാവും, ഒരുത്തം മാത്രമേ വിളിച്ചില്ലല്ലോ.